എവിടെന്നെങ്കിലും വല്ലതൊക്കെ ഇട്ട് പറക്കി ദൂരേക്ക് പോകും. കയറുണ്ട്. ഇത് തന്നെ പരിപാടി. അതിനൊരു കുറവില്ല. പണിയുണ്ടോ കാശുണ്ടോ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. എന്റെ മെയിൻ പ്രശ്നം അടിച്ചോണ്ടോടെ കിടക്കും. പിന്നെ പണിക്ക് വ്യത്യാസം പോകത്തില്ല. പക്ഷെ കാശ് അടിക്കാൻ കാശ് വേണമല്ലോ എന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പോകും. നമ്മുടെ ഗതികേട്, നമ്മുടെ ബുദ്ധിമുട്ട് ഇതാരറിയും അല്ലേ? നമ്മൾ 500 രൂപയ്ക്ക് പണിക്ക് പോയാല് 200-300 രൂപ വീട്ടിൽ കൊടുത്തിട്ട് 200 രൂപ മദ്യം കഴിക്കാം. 500 രൂപ കിട്ടത്തുള്ളൂ പണിക്ക് പോയാൽ. അതൊക്കെ തന്നെ മഴയൊക്കെ 2-3 മണിക്കൂറേ നിൽക്കൂ. ഓ കുറച്ച് സമയത്ത് പണി അത് കഴിഞ്ഞാൽ മറ്റേ വാച്ച് അടിക്കട്ടെ. പിന്നെ രാത്രിയായി പോകും. ഓ ക്ഷീണം. പകലുള്ള കച്ചവടം കഴിഞ്ഞിട്ട് വൈകുന്നേരമുള്ള ചർച്ച നക്രാഞ്ചിറ അല്ലേ? ഇത് സ്ഥലം അങ്ങോട്ട് പോയാൽ നിങ്ങള് വൈകുന്നേരം നിങ്ങളൊക്കെ എന്താണ് ഈ സമയത്ത് ഇത് സംസാരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ഇറങ്ങിയതാ. ജോലി എന്താ? ഞായറാഴ്ച പണിയത്തില്ല. കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. പണിക്കൊന്നും പോയില്ല. പണി പോകുന്നില്ല. അവിടെ അവര് നമ്മളെ കൂട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എന്താണ് സംസാരിക്കുന്നത്. ഞാനിങ്ങനെ വൈകുന്നേരം ഞങ്ങളെ കഥ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്നതാ. കുഴപ്പമില്ലല്ലോ. ഞായറാഴ്ച പണിയില്ല അല്ലേ? പലരുടെ കാര്യങ്ങളും പലയിടത്തും അതന്നെ. ഇന്നത്തെ വിഷയം എന്താണ്? കന്നാലി കച്ചവടം 1-ാം തീയതി. കച്ചവടങ്ങളെ കുറിച്ചാണ് പ്രധാനം. നിങ്ങൾ കച്ചവടമാണോ പറയുന്നത്? പരിപാടി ഇതോ കൂലിപ്പണിയാണോ? പിന്നെ കച്ചവടം അതിന്റെ കൂടെ ഇടയ്ക്ക് ഇപ്പൊ കന്നിനെയൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുമോ? കച്ചവടം ചെയ്യുമോ? ചിലരെ കിട്ടുവാനത്. മരച്ചിനെയൊക്കെ എടുത്ത് കച്ചവടം ചെയ്യും. ഇവിടുത്തെ മരച്ചിനി മുതലാളിയാണല്ലോ. ഇരിപ്പോ കണ്ടു. ഞായറാഴ്ച പോയിട്ട് വാങ്ങിയല്ലോ. ഞായറാഴ്ച ജോലിയില്ല. ഞായറാഴ്ച കച്ചവടം ആണ്. ഞായറാഴ്ച അവധി. എല്ലാരും കച്ചവടം കൂലിപ്പണിയൊക്കെ തന്നെ. നമ്മുടെ ഈ നക്രാഞ്ചിറ ഏരിയയിൽ കൂലിപ്പണിയൊക്കെ തന്നെ പ്രധാന പരിപാടി. അവിടെ ഒന്നും ഞാനില്ല. പണ്ടുപോലെ നമുക്ക് ഇതൊക്കെ തന്നെ. ഇവിടെ കൃഷി അങ്ങനുണ്ട്. കൃഷി കുറവാണ് ഇവിടെ. പിന്നെ കൃഷിയില്ലേ പിന്നെ എവിടെ ഇട്ടാണ് കൂലിപ്പണി? അയൽക്കൂട്ടക്കാർ ചെയ്യും. നമുക്ക് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ല. നമ്മളൊരു 3 മണിക്കൂർ 4 മണിക്കൂർ. ഇവിടെ ഈ വൈദ്യുതിയുടെ താമസം മറ്റേ ഇതെന്തല്ല മറ്റേ ഇതെന്തോ ഈ കവറ് ചുണ്ടിനടി വയ്ക്കുന്ന സാധനമാണോ? എല്ലാം വൃത്തിയായിട്ട് ഏർപ്പാടുകളുമാണ് ഇവിടെ. നമുക്ക് പോകലില്ല. നമ്മള് കഞ്ചാവ് മേടിച്ചേക്കും. എല്ലാ ദിവസവും വൈകുന്നേരം ഇതുപോലെ കൂടി ഇരുന്നൊരു കഥ പറച്ചിലുണ്ടോ? ഒരു രസം. കൊച്ചു വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുക. വേറെന്തോരും എല്ലാരും ചന്ദ്രൻ, രാജൻ, ചന്ദ്രൻ. നമ്മുടെ മരച്ചേരി മുതലാളിയുടെ പേര് മണി മുതലാളി. പുള്ളി ഇതൊന്നും അറിഞ്ഞില്ല. അവിടെ വേറെ കഥയാണ്.
വേറെ ആര് പറയണത്? ആണി കുറച്ച് കൂടുതൽ കൊട്ടാൽ മനസ്സിന് കൃഷിയുണ്ട് ഇവിടെ അല്ലേ? എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആവശ്യത്തിന് ഓരോരോ കാര്യങ്ങൾ അതെങ്ങനെയാലും പറയാൻ തിരിഞ്ഞു വരും. പണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, അതെങ്ങനെയാലും വരും. അങ്ങനെ ആവണമല്ലോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തേടി പിടിക്കും. അല്ലേ പറ്റൂ അല്ലേ? സാറ് തന്നെ ഇപ്പം അതൊരു നമ്മളേതായ സർട്ടിഫിക്കറ്റ് നമുക്കില്ല അല്ലേ? നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. അപ്പൊ എന്റെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ഇവിടെ ചാടി കയറി. അതുപോലെ എല്ലാവരുടെ ആവശ്യം വരികയാണെങ്കിൽ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന വഴിക്ക് ഇതുപോലെ ആരെങ്കിലും കണ്ടവരുമായിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു. ഈ ഇതുപോലെ വൈകുന്നേരം കഥയൊക്കെ പറയുന്നുള്ള ബിവറേജസ് വന്ന് കുറച്ചുകൂടെ എനിക്കതേ പറയാം. എന്നാലും നമ്മളും പോകും. ഞാനോ പറയണേ ഇനിയിപ്പോ എന്നെ വിളിച്ച് രണ്ട് അടുപ്പിച്ച് അളവുള്ളൊന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്റെ പണിയൊക്കെ മാറ്റി മൈക്കൊക്കെ മാറ്റി വെച്ച് ഞാൻ പിന്നെ ഇവിടെ ഇരിക്കേണ്ടി വരും. അതെ നമുക്ക് എനിക്കറിയാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ. അറിയാം. ഓ തിരുവനന്തപുരം തിരുവല്ലം. അപ്പൊ ഇനി നാളെ കച്ചവടം ഉണ്ടോ? പരിപാടികളൊക്കെ ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലം കഴിയുമ്പോ ഞാനിങ്ങനെ കറങ്ങി അതിന്റെ കൂട്ടത്തിലാണ് കച്ചവടം. അത് രാവിലെ കഴിയും. രാവിലെയും വൈകുന്നേരം കഴിയും. ഇതിനിടയ്ക്ക് പകലുള്ള സമയം ബാക്കി നമ്മള് എല്ലാ കൊട്ടേഷനും ഉണ്ട്. ക്ഷീര കർഷകനാണ്. ബാക്കി കൊട്ടേച്ചത് കച്ചവടം ഉണ്ട്. അതെല്ലാ ദിവസവും മിക്കവാറും നാളെ ഒന്നാം തീയതി കാര്യമാണോ? അപ്പൊ ഇന്ന് വാങ്ങിച്ചു വെക്കണം. അല്ലല്ല കഴിഞ്ഞ 5 വർഷമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടിയൊക്കെ അത് ശരിയാണോ തെറ്റാണോ? ഞാൻ എന്റെ അഭിപ്രായത്തിൽ 30 ദിവസം അടച്ചിരുന്നു. അതാണ് നമുക്കിത് വേണ്ട. നമുക്കിത് വേണ്ട. എല്ലാരും മോര് വെള്ളം കുടിക്കാൻ ഇത് ചെയ്യുന്നില്ലല്ലോ. ഇതിനിടയ്ക്ക് ടിക്കറ്റ് എടുക്കാം. ചെയ്യുന്നില്ല. സർക്കാരിന് വരുമാനം പോകും. അപ്പൊ പിന്നെ നമ്മൾ സർക്കാരിന് വേണ്ടി നമ്മൾ കുറച്ചേ കുടിക്കും. സംഭവിച്ചോണ്ടിരിക്കുന്നത് നമ്മളൊരു ക്വാർട്ടർ വാങ്ങിച്ചടിക്കും. എല്ലാ ദിവസവും വാങ്ങിച്ചു അടിക്കാതെ ആഴ്ചയിൽ ഒരിക്കൽ നല്ലത് വാങ്ങിച്ചു അത് ചെയ്യാവോ? എല്ലാ ദിവസവും ഈ ചാത്തം വാങ്ങിച്ചു അടിക്കാതെ കുറച്ചുകൂടെ വില കൂടിയത് ഇച്ചിരി ക്വാളിറ്റി ഉള്ളത് നല്ല സ്പിരിറ്റ് ഉണ്ട്. പ്യൂരിഫൈ ചെയ്ത സ്പിരിറ്റ് ഉണ്ട്. ശവത്തിന് ഒഴിക്കുന്നുണ്ട്. അത് അവർ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ ശാസ്ത്രീയ ആവശ്യങ്ങളൊന്നും പറയണോ. കുറച്ച് കുറച്ചുള്ള അത് മാറ്റിയിട്ട് 3 ദിവസം കൂടുമ്പോൾ ഒരു 500 ക്വാർട്ടർ വാങ്ങിച്ചു കാണും. അതിൽ കൂടുതലുണ്ട്. ആവശ്യാവശ്യം പോലെ വില കൂടി ഒരുപാട് മന്തിയുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല. നല്ല വാങ്ങിച്ചു ബ്രാൻഡ് നമ്മൾ വന്ന് ഈ മദ്യത്തെ കുറിച്ചുള്ള ചർച്ചയായി മാറി. വേണ്ട നമ്മൾ കഴിച്ചു കഴിയുമ്പോഴാണ് നമുക്കിത് വേണ്ട. അത് കഴിയുമ്പോ വീണ്ടും ഇവിടെ സംസാരിച്ചു ഞങ്ങൾ സംസാരിക്കുന്നതായിട്ട് ഇതിനിടയ്ക്ക് 75 കോടിയായിട്ട് 75 കോടി 75 ലക്ഷം ഇവിടെ നമ്മളെ സീരിയസ് ആയിട്ട് മദ്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ 75 കോടിയായിട്ട് വന്നു. ഈ മാസം 1-ാം തീയതി ഉണ്ടാ ഇല്ലില്ല അവധി തന്നെ 1-ാം തീയതി അടച്ചിട്ട്. പിന്നെ പതുക്കെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നായിരുന്നു. നടന്നില്ല. കുറച്ച് എതിർപ്പ്.
അപ്പൊ നിങ്ങൾ ഇനി കുറച്ച് സമയം കൂടെ ഒക്കെ കച്ചവടം വിജയം പോവാ. അപ്പൊ അമ്മേന്റെ കൂടെ വരും. അപ്പൊ കാണാം. അല്ല വല്ല കച്ചവടം ചെയ്ത് ജീവിക്കട്ടെ. ബിവറേജ് കൊണ്ട് കൊടുക്കല്ലേ, വീട്ടിൽ കൊണ്ട് കൊടുക്കണേ. ആ നേരെ കണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലങ്ങളിൽ കയറി പോവാം. ഇതുപോലെ ഈ വരുമായിട്ട് കൊച്ചു വർത്തമാനം പറഞ്ഞ് നമ്മളെ സമയം പോകാൻ